മെഹ്ഫിൽ ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു മിനിമം ഒരു 3 വർഷം 2 വർഷം 3 വർഷം മുമ്പ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടിരിക്കുന്ന സിനിമയാണ്. ജയരാജ് ലെജൻഡറി ഫിലിം മേക്കറാണ് മലയാളത്തിലെ. അദ്ദേഹമാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. വലിയൊരു കാസ്റ്റ് തന്നെ ഈ സിനിമയിലുണ്ട്. മുകേഷാണ് പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ളത്. ആശാ ശരത്തുണ്ട്, ഉണ്ണി മുകുന്ദൻ, കൈലാഷ്, മീനാക്ഷി, ഒരുപാട് അശ്വത്ത്, ഒരുപാട് ഈ സിനിമ അഭിനേതാക്കളുണ്ട്. അതുകൂടാതെ തന്നെ ഇതൊരു മ്യൂസിക്കൽ ഡ്രാമയാണ്, ഒരു മ്യൂസിക്കൽ മെലോ ഡ്രാമയാണ്. മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ജയരാജ് ചെയ്ത ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇപ്പം ഈ പാട്ട് പാടുമ്പോൾ ഈ മ്യൂസിക് സമയത്ത് വേറെ സിനിമാക്കാരന്മാരെ കൊണ്ടുവന്ന് ലിപ്സിങ്ക്, അതിലുപരി പുള്ളി ശരിക്കുള്ള പാട്ടുകാരെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വേണുഗോപാൽ പാടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ആക്ടറും കൂടാണ്, പുള്ളി ഒന്ന് പാടുന്നുണ്ട്. പിന്നെയും കുറേ പേരുണ്ട്, അവർ നമുക്ക് കാണുമ്പോൾ അറിയാം പാട്ടുകാരാന്ന്, പക്ഷേ എനിക്ക് കറക്റ്റ് പേരറിയില്ല. അപ്പോൾ അതൊരു പ്ലസ് ആയിട്ട് തോന്നി. പക്ഷേ അത് അവിടെ പാളിപ്പോയത് രഞ്ജി പണിക്കർ ഒരു പാട്ട് പാടുന്നുണ്ട്. അത് നല്ല കോമഡി ആയിരുന്നു. പുള്ളിയായിട്ട് ഒട്ടും മാച്ച് ആവാത്ത ശബ്ദം. പാട്ട് പോരാഞ്ഞിട്ട് അതിനിടയ്ക്ക് ഡയലോഗും ഉണ്ട് പുള്ളിയുടെ. അപ്പോൾ ഒട്ടും സിങ്കല്ല. ദീപൻ ഖുറാനാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ലെജൻഡറി ലിറിസിസ്റ്റ് മ്യൂസീഷ്യനായിട്ടുള്ള മലയാളത്തിലെ കൈതപ്രം ദാമോദരൻ്റെ മകനാണ് പുള്ളി. പാട്ടിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു മ്യൂസിക്കൽ മെലോ ഡ്രാമയാണ്. ഒരു രാത്രി നടക്കുന്ന, ഒരു വീട്ടിൽ നടക്കുന്ന മെഹഫിൽ എന്ന് എനിക്ക് മനസ്സിലായത്, പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഗാനാലാപന സന്ധ്യ, ആ ഒരു ഇതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ രാത്രി ഫുള്ള് മുകേഷിൻ്റെ ആശാചരത്തിൻ്റെ വീട്ടിൽ പാട്ട് പരിപാടി, ഒരു വൈബ് അങ്ങനത്തെയാണ്. അപ്പോൾ അവിടെ വരുന്ന ഇപ്പം മലയാളത്തിൽ നിന്ന് മറ്റേ നമ്മുടെ ലൂക്കാ ചുപ്പി മൂവിയായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ളവർ തോന്നി. പല ക്യാരക്ടേഴ്സ് വരുന്നു, അവരുടെ ഓരോ പ്രശ്നങ്ങൾ. പിന്നെ ഇതിൻ്റെ ബുക്ക് മേഷയിലെ സിനോപ്സിസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മംഗലശ്ശേരി നീലകണ്ഠൻ ഉണ്ടല്ലോ, ലാലേട്ടൻ അഭിനയിച്ച ക്യാരക്ടർ, അത് മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി എടുത്ത റെഫറൽ ക്യാരക്ടറിൻ്റെ ഒരു ബയോപിക്കാണ് ഈ സിനിമ. സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊരു സിനിമയായിട്ട് കാണാൻ പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും ഇതൊരു സിനിമയായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതൊരു നമുക്കൊരു തിയേറ്ററിൽ പോകാനേ ഇല്ല. ടി വിയിലൊക്കെ വരുമ്പോൾ അല്ലെ OTT വരുമ്പോൾ ചുമ്മാ ഒരു സിനിമയ്ക്ക് പകരം ഒരു മ്യൂസിക്കൽ നൈറ്റ് കണ്ടാൽ എങ്ങനെ ഇരിക്കും, ആ രീതിക്ക് കാണാവുന്നേ ഉള്ളൂ. പെർഫോമൻസുകളൊക്കെ കൊള്ളായിരുന്നു. മുകേഷ് കൊള്ളായിരുന്നു, ആശാ ശരത്ത് കൊള്ളായിരുന്നു, ഈവൻ ഉണ്ണി മുകുന്ദൻ വരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ. മീനാക്ഷി ഓവറായിരുന്നു. അതെല്ലാം ടിപ്പിക്കൽ ഇതാണ് പുള്ളിക്കാരിക്കുള്ളത്. അത് ഓവറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഇതിലെ ഡയലോഗ്സ് ആണ്. അത് ഈ മീനാക്ഷി ഇവിടെ ആ ഒരു സൈഡ് വരുമ്പോഴാണ് ഏറ്റവും മോശം. പിന്നെ ഇപ്പുറത്ത് മുകേഷിൻ്റെ ഇതിൽ അവിടെ ചളിക്കോമഡി, ഇവിടെ മുകേഷിൻ്റെ ഇവിടെ ഡ്രാമ, ഓവർ ഡ്രാമ. അപ്പോൾ ഈ അതാണ് അമച്വറാണ് മൊത്തത്തിൽ. ഒരു സിനിമയായിട്ട് ഇപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ ബേസിക് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. ഇപ്പോൾ റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു സിനിമയായിട്ട് കാണാനുള്ളതില്ല. സിനിമയായിട്ട് കാണാതെ ഒരു OTT ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഗാനാലാപന സന്ധ്യ എന്നുള്ള രീതി കണ്ടു നോക്ക്, അത്രേ ഉള്ളൂ. റേറ്റിംഗ് അങ്ങനെ ഇപ്പം റേറ്റിംഗ് നിർബന്ധമാണെങ്കിൽ ഒരു 1 ഔട്ട് ഓഫ് 5 വേണേൽ കൊടുക്കാം. അത് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു 1 ഔട്ട് ഓഫ് 5 കൊടുക്കാം. അല്ലാതെ മൊത്തത്തിലൊരു ഔട്ട്ഡേറ്റഡ് സിനിമയായിട്ട് തന്നെയാണ് തോന്നിയത് മെഹഫിൽ.